പാലക്കാട്ടെ RSS നേതാവ് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് കൂടി സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. യഹ്യ കോയ തങ്ങൾ, അബ്ദുൽ സത്താർ, CA റൌഫ് എന്നിവർക്കാണ് ജാമ്യം. പ്രതികൾക്ക് കുറ്റകൃത്യവുമായി നേരിട്ട് ബന്ധമില്ലെന്നും ഒരു ആശയത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം ജയിലിലടക്കാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. NIAയുടെ എതിർപ്പ് തള്ളിയാണ് സുപ്രീം കോടതി പ്രതികൾക്ക് ജാമ്യം നൽകിയത്. തൗഫീഖ് അസ്ലം വിശദാംശങ്ങൾ നൽകും. തൗഫീഖ്, PFI നേതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം, ഒപ്പം NIAക്ക് ഇവരുടെ കേസിൽ മാത്രം വലിയ തിരിച്ചടിയും ഉണ്ടാകുന്നു. എന്താണെന്ന് കോടതിയിൽ സംഭവിച്ചത്? എങ്ങനെയാണ് ജാമ്യം ലഭിച്ചത്? സൈഫുദ്ദീൻ, കഴിഞ്ഞ ദിവസം 3 പേർക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന CA റൌഫ്, അതോടൊപ്പം തന്നെ യഹ്യ കോയ തങ്ങൾ, അബ്ദുൽ സത്താർ എന്നിവർക്ക് കൂടി ഇപ്പോൾ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പാലക്കാട്ടെ RSS നേതാവ് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് ഈ 3 ആളുകൾക്ക് കൂടി സുപ്രീം കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. ഒരാശയത്തിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ജയിലിലടക്കാനാവില്ല എന്നിപ്പോൾ കോടതി കേസ് പരിഗണിക്കുന്നതിനിടയിൽ പറഞ്ഞു. പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ മാത്രം ഒരാളെ ദീർഘനാൾ ജയിലിലടക്കാൻ കഴിയില്ല എന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ പ്രതികൾക്ക് ഈ കുറ്റകൃത്യവുമായി നേരിട്ട് ബന്ധമില്ലെന്ന് കൂടി സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടായി. NIAയുടെ എതിർപ്പ് തള്ളിയാണ് സുപ്രീം കോടതി പ്രതികൾക്ക് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. ജസ്റ്റിസ് അഭയ് ചോക്ക, അതോടൊപ്പം തന്നെ ഉജ്ജൽ ദുയാൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് ഈ നിരീക്ഷണം. അതോടൊപ്പം തന്നെ ഈ 3 ആളുകൾക്ക് കൂടി ഇപ്പോൾ സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതികളുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കെതിരെ നിരവധി തെളിവുകൾ ഉണ്ടെന്ന് NIA കോടതിയിൽ വാദിച്ചിരുന്നെങ്കിലും അത് സുപ്രീം കോടതി തള്ളിക്കൊണ്ടാണ് 3 ആളുകൾക്ക് കൂടി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ശരി തൗഫീഖ്.